ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് VS-ന്റെ തട്ടകമായ ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, എങ്ങനെ അനുസ്മരിക്കുന്നു ആലപ്പുഴയിലെ VS-ന്റെ അണികൾ, നേതാക്കൾ? എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മഞ്ജുഷ, ഇപ്പോൾ VS അച്യുതാനന്ദന്റെ വീട്ടിൽ മുതിർന്ന CPM നേതാവ് G സുധാകരൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ദീർഘകാലം VS-നോടൊപ്പം, ആലപ്പുഴയുടെ പ്രവർത്തന രംഗത്ത് ദീർഘകാലം VS-നോടൊപ്പം ഉണ്ടായിരുന്ന, VS കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന സീനിയർ നേതാക്കളിൽ ഒരാളാണ് G സുധാകരൻ. അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് എത്തിയത്. ഇവിടെ ധാരാളം പ്രവർത്തകരടക്കം ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ മരണവിവരം അറിഞ്ഞതിന് ശേഷം വന്നു തുടങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയുടെ വിപ്ലവ സൂര്യനാണ് വിടവാങ്ങിയിരിക്കുന്നത്. ആലപ്പുഴ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അനിശ്ചിതനായ നേതാവും കൂടിയാണ്. എന്തായാലും സാറേ VS വിടവാങ്ങി പുറത്തിറങ്ങിയ സ്ഥലമുണ്ടോ? മഴ പെയ്യും. ആ ഹാളിൽ സ്ഥലമുണ്ടോ? ഒരു നൂറ്റാണ്ട് കൊണ്ട് വിപ്ലവകരമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ ചരിത്ര ഇതിഹാസം എഴുതിയ മഹാനായ VS ആണ് ഇന്നത്തേക്ക് ശേഷം നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം കേരളമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. ഒന്നായിരുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രവും അതിലുള്ള വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പാർട്ടി രംഗത്തും സമരരംഗത്തും ഭരണരംഗത്തുമെല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം അദ്ദേഹത്തെ ഒരു ദേശീയ നേതാവായിട്ട് തന്നെ ഉയർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സംസ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ച് ദേശീയമായി ശ്രദ്ധിക്കപ്പെട്ട അപൂർവം നേതാക്കൾ മുമ്പിലാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ VS-നെ പോലെ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന്, പോരാടി ഉയർന്നു വന്ന്, പ്രവർത്തിച്ച് ദേശീയ തലത്തിൽ പ്രാധാന്യം നേടിയ മറ്റൊരു രാഷ്ട്രീയ വ്യക്തിത്വം ഇല്ല എന്ന് തന്നെ പറയാം. സമാനതയില്ലാത്ത ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ. അദ്ദേഹത്തിന് തുല്യരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പാർട്ടിയിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. VS-ന്റെ പ്രവർത്തനത്തിലെ ആദ്യ കാലങ്ങൾ അദ്ദേഹം കേന്ദ്രീകരിച്ചത് അമ്പലപ്പുഴ താലൂക്കിലും അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന കർഷക തൊഴിലാളികളെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള കുട്ടനാടൻ ഗ്രാമങ്ങളിലുമായി. തയ്യൽ തൊഴിൽ ഏർപ്പെടുകയും കയർ ഫാക്ടറിയിൽ പ്രവർത്തനം ആരംഭിക്കുകയും തൊഴിലാളിയായി പ്രവർത്തനം ആരംഭിക്കുകയും പുന്നപ്രവേല സമരങ്ങളിൽ പോരാടുകയും ഒളിവിൽ പോവുകയും പൂഞ്ഞാറിൽ വെച്ച് ഒളിവിൽ വെച്ച് ആളുകൾ ഒറ്റിക്കൊടുത്ത് അദ്ദേഹത്തെ CPയുടെ പോലീസ് പിടികൂടി ഭീകരമായി മർദ്ദിച്ച് കാലിൽ മൂർച്ചയുള്ള ബയണറ്റ് കുത്തിത്തിരികയും
ജീവിതാവസാനം വരെ അതിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അനുഭവിച്ചെങ്കിലും ആ പുന്നപ്ര നാടിൻ്റെ ആ വിപ്ലവവീര്യവും സമരവീര്യവും ധൈര്യവും പോരാട്ടവീര്യവും തെറ്റുകളോടും തെറ്റായ ആദർശങ്ങളോടും ആദർശങ്ങളിൽ നിന്ന് മാറി മറിഞ്ഞു പോകുന്നവരോടും യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ഉറച്ച നിലപാടെടുക്കുന്നതിലുമൊക്കെ അദ്ദേഹത്തിന് സമാനനായി നമ്മൾ ആരെയും കണ്ടിട്ടില്ല. അദ്ദേഹം കുട്ടനാട്ടിലെ അടിമകളായ കർഷക തൊഴിലാളികളെ ജന്മിമാർക്കെതിരെ സംഘടിപ്പിക്കുകയും ഇന്ത്യ രാജ്യത്ത് തന്നെ മാർക്സിസ്റ്റ് വീക്ഷണമുള്ള ആദ്യത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനം തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ അദ്ദേഹത്തിന് 10-18 വയസ്സ് മാത്രം ഉള്ളപ്പോൾ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. പള്ളാത്തുരുത്തിയിൽ വെച്ചാണ് ആ സംഘടന രൂപീകരിക്കുന്നത്.